നമസ്കാരം. നമ്മൾ ക്രെഡിറ്റ് കാർഡുകളെക്കുറിച്ച് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. ചില ആളുകൾക്ക് ക്രെഡിറ്റ് കാർഡെന്ന് കേൾക്കുന്നത് തന്നെ ഭയമാണ്. മറ്റു ചില ആളുകൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ജീവിതം ആലോചിക്കാൻ പോലും പറ്റത്തില്ല. യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് കാർഡ് ഒരു വില്ലനാണോ? നമ്മൾക്ക് ഈ ക്രെഡിറ്റ് കാർഡിനെ എങ്ങനെ നമ്മളുടെ അനുദിന ജീവിതത്തിൽ, നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുന്ന സമയം മുതൽ തന്നെ നമ്മൾ വളരെയധികം അങ്ങേയറ്റം ശ്രദ്ധാലുക്കളായിരിക്കണം. എല്ലാ ക്രെഡിറ്റ് കാർഡുകളും നമ്മൾക്ക് ആവശ്യമുള്ളവയല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. വിവിധ തരങ്ങളായ ക്രെഡിറ്റ് കാർഡുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം അനലൈസ് ചെയ്യേണ്ടത് ഏത് കാറ്റഗറിയിലാണ് നമ്മളുടെ സ്പെൻഡിങ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പെട്രോൾ ഉൽപ്പന്നങ്ങളിലാണ്, അതിപ്പം നമുക്ക് വാഹനമുണ്ട്, എല്ലാ വീടുകളിലും വാഹനമുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് നമുക്ക് ഒരു മാസം വരുന്നത് പെട്രോളിനാണ് എങ്കിൽ നമ്മൾ സാധാരണ ഒരു ക്രെഡിറ്റ് കാർഡ് അല്ല തിരഞ്ഞെടുക്കേണ്ടത്, മറിച്ച് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്സ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇത്തരം ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് പർട്ടിക്കുലർ കമ്പനിയുമായിട്ടാണോ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ടാണ് നമ്മളുടെ ഫ്യൂവൽ കാർഡ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് തന്നെ നമ്മൾ പെട്രോൾ അടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ മറ്റൊരു ഇപ്പം ഭാരത് പെട്രോളിയത്തിൽ നിന്നാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ നമ്മൾക്ക് റീഫണ്ട് ലഭിക്കത്തില്ല. അപ്പം അത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. വിവിധങ്ങളായ ക്രെഡിറ്റ് കാർഡുകളുണ്ട്. നമുക്ക് വേണ്ട ക്രെഡിറ്റ് കാർഡ് ഏതാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇൻകം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഒരു മാസം ഏത് മേഖലയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ മേഖലയിലെ നമ്മൾക്ക് ഗുണകരമായ കാർഡാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നല്ല രീതിയിലുള്ള ഒരു റീഫണ്ട് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, ഇപ്പം ഉദാഹരണത്തിന് നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാർഡ് സ്റ്റുഡൻറ്റ് ക്രെഡിറ്റ് കാർഡ്സ് ആണ്. അപ്പം നമ്മളുടെ പുസ്തകം വാങ്ങുന്നതും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്തരം റീഫണ്ടുകൾ നമുക്ക് ലഭ്യമാകുന്ന സ്റ്റുഡൻറ്റ് ക്രെഡിറ്റ് കാർഡ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാർഡാണ്, അതിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ട ക്രെഡിറ്റ് കാർഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിൽ തന്നെ ചില പർട്ടിക്കുലർ കമ്പനികൾ, വലിയ ഔട്ട്ലെറ്റുകൾ, അവരുമായിട്ട് ബാങ്കുകൾ അസോസിയേറ്റ് ചെയ്ത് സ്പെസിഫിക് ആയിട്ടുള്ള അത്തരം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അത്തരം ഒരു ഔട്ട്ലെറ്റിൽ നിന്നാണ് നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഔട്ട്ലെറ്റ് നിങ്ങൾ അന്വേഷിക്കണം, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ്സ് ലഭ്യമാണോ എന്നുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുന്ന് സ്ഥിരമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഒരു സ്പെൻഡിങ് ഹാബിറ്റ് അത്തരത്തിലുള്ളതാണെങ്കിൽ, ഒരു പർച്ചേസിങ് ഹാബിറ്റ് അത്തരത്തിലുള്ളതാണെങ്കിൽ വലിയ തോതിൽ നമുക്ക് റീഫണ്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പക്ഷേ നിങ്ങളൊരു ധാരാളമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്, ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ട ആളാണെങ്കിൽ നമ്മൾ വാങ്ങേണ്ട ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ട്രാവൽ ക്രെഡിറ്റ് കാർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടൽ സ്റ്റേയും അതുപോലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുമ്പം, നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഒരു നിശ്ചിത തുക റീഫണ്ടായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പം ഇങ്ങനെ റീഫണ്ടായിട്ട് വരുന്ന തുകകൾ തീരെ ചെറുതല്ലാത്ത തുകകൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് നമ്മൾക്ക് ആവശ്യമുള്ളവയാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ചേർന്നതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലാതെ എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ആരെങ്കിലും വന്ന് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് ചോദിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ്, നമ്മൾക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ് കാർഡ്സ് തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്യുന്നിടത്തുനിന്ന് തന്നെ നമ്മളുടെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ സെലക്ഷനിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്ന്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിനകത്ത് ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾക്ക് 30 മുതൽ 45 ദിവസം വരെ നമ്മൾക്ക് വിതൗട്ട് ഇൻട്രസ്റ്റ് പലിശ രഹിത വായ്പ ലഭിക്കുകയാണ്. അതായത് 45 ദിവസം ഒരാൾ നമ്മൾക്ക് ലോൺ തരുവാണ്, അയാൾക്ക് നമ്മൾ പലിശ തിരിച്ചു കൊടുക്കുകയും വേണ്ട. അത് ഒരു നല്ല സാഹചര്യമല്ലേ? അപ്പം ആ പൈസ നമ്മൾക്ക് 45 ദിവസം വേണമെങ്കിൽ നമുക്കൊരു ലിക്വിഡ് ഫണ്ടിൽ പാർക്ക് ചെയ്യാം. അത്രയും ദിവസം ഇപ്പോൾ ഒരു 15,000-20,000 രൂപ നമുക്ക് ഒരു മാസം പർച്ചേസ് ഉണ്ട് എങ്കിൽ അത്രയും പൈസ നമുക്ക് ഉപയോഗിക്കേണ്ട, നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫണ്ട് ഒരു ലിക്വിഡ് ഫണ്ടിൽ പാർക്ക് ചെയ്യാം. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു പലിശ കിട്ടും, 3 മുതൽ 5% വരെ പലിശ കിട്ടും. ഇല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് നമുക്കിടാം, അത്രയും ദിവസത്തേക്ക് ഒരു 30 ദിവസത്തെ ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് നമുക്കിടാം. ഈ രീതിയിലെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വില്ലനല്ല, നല്ല ആളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഉയർത്താനായിട്ട് ഏറ്റവും ഗുണകരമായത് ബുദ്ധിപൂർവ്വം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾക്ക് 45 ദിവസത്തെ ക്രെഡിറ്റ് പീരീഡാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഈ 45 ദിവസത്തിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ട് അച്ചടക്കത്തോടെ, നമ്മൾ കൃത്യമായ ബോധ്യത്തോടെ ഇത് റീഫണ്ട് ചെയ്ത് ആ ബില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് റീഫണ്ട് നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ സ്വാഭാവികമായിട്ടും ഉയരും. അങ്ങനെ വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ നമ്മൾക്ക് ബാങ്കിൽ വായ്പ ഒന്നും ഉള്ള ആളല്ല എങ്കിൽ
പുതുതായിട്ട് വായ്പ എടുക്കാൻ ചെല്ലുമ്പോൾ വായ്പ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് വായ്പ ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാമത് നമുക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ് കാർഡ് മാത്രം സെലക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് കൃത്യമായ സമയത്ത് ഈ തിരിച്ചടവ് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മാറ്റിവെക്കുന്ന ആ ഒരു 40 ദിവസത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു ഫണ്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമായിരുന്ന ആ ഫണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ, ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റായിട്ട് നമ്മൾ മാറ്റി വെക്കണം. അത് നമുക്ക് ഈ റീഫണ്ട് ലഭിക്കുന്നത് പോലെ തന്നെ അതിനകത്തുനിന്ന് ഒരു ഇൻകം ജനറേഷനും കൂടെ ഒരു വശത്തുകൂടെ നടക്കുന്നുണ്ട്. നമുക്കത് ഗുണകരമായിരിക്കും. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാർഡ് എന്ന് പറയുന്നത് ബിസിനസ് ക്രെഡിറ്റ് കാർഡ്സ് ആണ്. നമ്മുടെ പർച്ചേസും മറ്റു കാര്യങ്ങളും എല്ലാം ത്രൂ ആ ബിസിനസ് കാർഡ്സിലൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് റീഫണ്ട് ലഭിക്കും. ആ റീഫണ്ടും നമ്മളുടെ കോസ്റ്റ് ഓഫ് പർച്ചേസ് അപ്പം കുറഞ്ഞിരിക്കും. അതുപോലെ നമ്മുടെ പേയ്മെൻറ്റും എല്ലാം നമുക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാങ്കുകാരുമായിട്ട് സംസാരിച്ച് നമുക്ക് വേണ്ട ക്രെഡിറ്റ് കാർഡ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി ആ ക്രെഡിറ്റ് കാർഡ് മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളൊരു സ്പെൻഡ്രിഫ്റ്റ് ആണെങ്കിൽ, നിങ്ങൾ ചെലവഴിക്കുന്ന കാര്യത്തിൽ പിശുക്കില്ലാത്ത ആളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങാതിരിക്കുക. കാരണം നിങ്ങൾ ഓവർ സ്പെൻഡിങ്ങിലേക്ക് പോകും, കടക്കണിയിലുമാകും. അതുകൊണ്ട് കൃത്യസമയത്ത് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആരും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ദുരന്തത്തിലേക്ക് പോകും. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ താഴെ പോകാനുള്ള സാധ്യതയും വളരെയധികമാണ്. അപ്പം നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ജീവിതത്തിന് ക്രെഡിറ്റ് കാർഡ് നല്ലതാണ് എന്ന അഭിപ്രായമാണ് പേഴ്സണലായിട്ട് എനിക്കുള്ളത്. ക്രെഡിറ്റ് കാർഡ് നാളെ നിങ്ങളെല്ലാവരും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷനോ സജഷനോ ആയിട്ട് ഇതിനെ കാണരുത്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. നമുക്ക് ആവശ്യമായ ക്രെഡിറ്റ് കാർഡ് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഒരു നിശ്ചിത പരിധിക്ക് മുകളിൽ നമ്മൾ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ വാർഷിക ഫീസിൽ നിന്നും ബാങ്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ബാങ്കുകൾ നമ്മളോട് പറയില്ല. നമ്മൾ ബാങ്കിനോട് ഡിമാൻഡ് ചെയ്താൽ മാത്രമേ നമ്മളെ അത്തരം വാർഷിക ഫീസിനങ്ങളിൽ നിന്നും ഒഴിവാക്കുകയുള്ളൂ. കരയുന്ന കൊച്ചിനെ പാലുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ബാങ്കുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിന് മുകളിലേക്ക് നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ വലിയ അപകടമാണ്. അത്തരം ലിമിറ്റിന് മുകളിൽ പോകുന്ന തുക വന്നു കഴിഞ്ഞാൽ വലിയ പലിശ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണെന്നുള്ളത് നോക്കുക. ആ ക്രെഡിറ്റ് ലിമിറ്റിന് മുകളിലേക്ക് നമ്മൾ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് നമ്മൾക്ക് തിരിച്ചടവിന് സാധിക്കും എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി എന്ന് ഞാൻ കരുതുന്നു. ഗുണകരമായി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഞാനത് യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.